ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു കടായി ചൂടായതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഓയിൽ നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണം. ഇതുപോലെ സവോള ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തെടുത്തത്, ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുത്തത്, കൂടെ കുറച്ച് കറിവേപ്പില, പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ സവോള നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതുപോലെ പൊടികളെ പച്ചമണം മാറിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ 5 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഓരോ മുട്ടയും നമുക്ക് എടുത്തിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ കീറിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ മഞ്ഞക്കരു എടുത്ത് മാറ്റാം. അങ്ങനെ ഈ 5 മുട്ടയുടെയും മഞ്ഞക്കരു ഇതുപോലെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയുടെ മഞ്ഞക്കരു ഈ മസാലയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഈ മഞ്ഞക്കരു ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഫില്ലിങ് കുറേശ്ശെ എടുത്തിട്ട് ഓരോ മുട്ടയിലേക്കും ഇതുപോലെ അങ്ങ് നിറച്ച് കൊടുക്കാം. ഒരുപാട് അങ്ങ് കുത്തി നിറക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കുറേശ്ശെ അങ്ങ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ മുട്ടയിലേക്ക് ഞാൻ ഫില്ലിങ് ഇതുപോലെ അങ്ങ് നിറച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ആ മുട്ടയും നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് നിറച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുട്ടയുടെ ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് മഞ്ഞക്കരു പുറത്തേക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ ഈ ബാക്കിയുള്ള മുട്ടയും ഞാൻ ഇതുപോലെ അങ്ങ് ഫില്ലിങ് നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 5 പീസ് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും പിന്നെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇതിപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാവുന്നതാണ്. ഇനി ഒരു ബൗളിലേക്ക് 250 കപ്പിന് 1/4 കപ്പ് മൈദപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കാവുന്നതാണ്. നമ്മൾ വെള്ളം ഇതിലേക്ക് ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കണ്ട, കുറേശ്ശെ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കലക്കിയെടുക്കണം. ഒരുപാട് കട്ടിയാവാനും പാടില്ല, എന്നാൽ ഒരുപാട് അങ്ങ് ലൂസായി പോകാനും പാടില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് പൊടിക്ക് 1/4 കപ്പ് തന്നെയാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇതാ ഈ ഒരു കട്ടിക്കാണ് ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നിറച്ച് വെച്ച ഓരോ മുട്ട എടുത്തിട്ട് ഈ ബാറ്ററിൽ നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ച ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് നമ്മളെ കൈയൊന്ന് വെള്ളം നനച്ചതിന് ശേഷം വീണ്ടും നമുക്കിത് ഈ മൈദ ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഡബിൾ കോട്ടിംഗ് ആണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഇതാ ബാക്കിയുള്ള ആ മുട്ടയും ഞാൻ ഇതുപോലെ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഇതാ നല്ലപോലെ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഓരോന്നും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഫ്ലെയിം ഒരുപാട് അങ്ങ് കുറച്ച് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇതിപ്പം ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും നല്ലപോലെ ചൂടായ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം.
എന്നിട്ട് രണ്ട് സൈഡും നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഈ ഒരു കളറിലാവുമ്പം നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാവുന്നതാണ്. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് ഓയിലൊന്നും കുടിക്കില്ല. അതുപോലെ തന്നെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.